നമ്മളെ ഇഷ്ടപ്പെടാൻ മറ്റുള്ളവർ നമ്മളിൽ കണ്ടെത്തുന്ന ഗുണങ്ങളൊക്കെ പെട്ടെന്നൊരു ദിവസം നമുക്ക് നഷ്ടമായി പോയാൽ എന്തു ചെയ്യും? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മുടെ ചുറ്റും നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ എത്ര കാലം നമുക്ക് ചുറ്റുണ്ടാവും? ഈ ടോയ് സ്റ്റോറി എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് സിനിമയുണ്ട്. ഒരു കളിപ്പാവയുടെ കഥയാണ്. കുട്ടിക്കാലത്ത് ആ പയ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് ഈ കളിപ്പാവേനെയാണ്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഈ പാവക്കുട്ടീനെ പതിയെ ഇങ്ങനെ ഒഴിവാക്കുന്നതിനെ പറ്റിയുള്ളൊരു ചിത്രമാണ്. 2 മാസം മുമ്പ് നമ്മുടെയൊക്കെ ഇൻസ്റ്റഗ്രാം ഫീഡിൽ പഞ്ച് എന്ന് പറയുന്നൊരു കുട്ടിക്കുരങ്ങിൻ്റെ വാർത്തകൾ വന്നിരുന്നു. കുറച്ച് ദിവസം മുമ്പ് മറ്റൊരു വാർത്ത കൂടി കണ്ടു. ഈ പഞ്ച് എന്ന് പറയുന്ന കുട്ടിക്കുരങ്ങിന് മറ്റൊരു സുഹൃത്തിനെ ലഭിച്ചു എന്നായിരുന്നു. ഒരുപക്ഷെ അതിലേറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടാവുക അന്ന് പഞ്ചിന് കൂട്ടുണ്ടായിരുന്ന ആ പാവക്കുട്ടിയായിരിക്കും. ഈ സ്നേഹത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ലഭിക്കുന്ന ഒരു സ്നേഹവും ഒരുപാട് കാലത്തേക്ക് നമുക്ക് ലഭിക്കില്ല. നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമുക്ക് നഷ്ടമാവും. ഒന്നുമില്ലെങ്കിലും മരണം കൊണ്ടെങ്കിലും രണ്ടുപേർ തമ്മിലുള്ള സ്നേഹം അവസാനിക്കും. ആകെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം സ്നേഹിക്കപ്പെടുന്നിടത്തോളം കാലം അത് ആസ്വദിക്കുക എന്നതാണ്. എത്ര ചെറിയ കാലമാണെങ്കിലും എത്ര നീണ്ടു നിന്നതാണെങ്കിലും ഏറ്റവും അവസാനം ആ സ്നേഹത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന മനോഹരമായ ഓർമ്മകൾ മാത്രമാണ് നമുക്ക് കൂട്ടുണ്ടാവുക.